റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. വിദ്യാർത്ഥികൾ തൊഴിൽ തേടുന്നവരിൽ നിന്ന് തൊഴിൽ ദാതാക്കളാവണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ജെൻ റോബോട്ടിക്സ് എന്ന കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ മികച്ച ആശയങ്ങൾക്കൊപ്പം സർക്കാരുണ്ട്. ഇത്തരം ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി യങ് ഇന്നോവേറ്റേഴ്സ് പദ്ധതി വഴി 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് സർക്കാർ സഹായം നൽകുന്നത്. വിദ്യാർത്ഥികൾ തൊഴിൽദാതാക്കളാകുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിക്കും സഹായകരമാവും. പഠിക്കുമ്പോൾ തന്നെ തൊഴിലിനോട് ആഭിമുഖ്യം വളർത്തുന്ന പദ്ധതിയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. വിദ്യാർത്ഥികളിൽ തൊഴിൽ താൽപര്യം വർദ്ധിപ്പിക്കുക, ചെറിയ സമ്പാദ്യം ഉറപ്പുവരുത്തുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യം. 3 വർഷങ്ങൾക്ക് മുൻപ് ഓട ശുചീകരണത്തിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ ദാരുണ അനുഭവത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ ഓട ശുദ്ധീകരണ പദ്ധതിയാണ് വെഹിക്കിൾ മൗണ്ടഡ് റോബോട്ടിക് സ്കാവെഞ്ചിങ് യൂണിറ്റ് ഇവിടെ നടക്കുന്നത്. പഠിക്കുമ്പോൾ തന്നെ തൊഴിൽ ആഭിമുഖ്യം വളർത്തുന്നതിനും തൊഴിൽ പരിചയത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാധ്യമാകുന്ന ഈ പദ്ധതി പഠനത്തോടൊപ്പം അല്പം സമ്പാദിക്കുക, തൊഴിലിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ്, IOC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ M പ്രദീപ്, ജെൻ റോബോട്ടിക്സ് CSO റെനി രാജേഷ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ P ദിലീപ്, KN സീമ, ഡോക്ടർ R ശലത, വിദ്യാർത്ഥി പ്രതിനിധി ഹർഷ എന്നിവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.